മാത്രമല്ല പീരിയഡ്സ് പുലവാലായ്മയെല്ലാം ഉണ്ടെങ്കിൽ സാരമില്ല, മറിച്ച് നമ്മൾ ഇരിക്കുന്ന സ്ഥലവും മാനിഫെസ്റ്റ് ചെയ്യുവാൻ തുടങ്ങുന്ന സ്ഥലവും നമ്മളും ശുദ്ധമായിരിക്കാനായിട്ട് ശ്രമിക്കുക. കുളിച്ച് വൃത്തിയോടുകൂടി ഇരിക്കുക. താഴെ നിങ്ങൾക്കൊരു തുണി വിരിച്ചിരിക്കാവുന്നതാണ്, അല്ലെങ്കിൽ വെറും തറയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും വെറും തറയിൽ ഇരിക്കാവുന്നതാണ്. നിശബ്ദമായ ഒരു സ്ഥലമായിരിക്കണം ഇതിനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്ത് കുറച്ച് കാൻഡിൽസ് തെളിയിച്ചു വെച്ച് നിധികാ ദേവതയെ നമുക്ക് നമ്മളിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുവാൻ ശ്രമിക്കുകയാണെങ്കിലും വളരെ നല്ലതാണ്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യങ്ങളില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പലരും പല രീതികളിൽ പറയുന്നുണ്ട്. നമ്മുടെ രീതികളനുസരിച്ച് നമ്മളിത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ദൈവിക ശക്തിയല്ല ഇതൊരു ആത്മാവ് തന്നെയാണ്. അപ്പോൾ ആത്മാവിനെ നമ്മൾ വിളിച്ചു വരുത്തുന്ന സമയത്ത് അതിൻ്റേതായ ഓരോ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നത്. രാത്രികളിൽ നിധികാ ദേവതയെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് കുറച്ച് ഒഴിവാക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും. ധന ആകർഷണ ദേവത